ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഹാഷിം. ഞാൻ ബ്രില്യൻറ്റിലെ നീറ്റ് 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ബ്രില്യൻറ്റിനെ പറ്റി. അതായത് ബ്രില്യൻറ്റ് ഭയങ്കര സ്ട്രിക്റ്റാണ്, ബ്രില്യൻറ്റ് ജയിലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും വകവെച്ചില്ല, ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തു. ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ കണ്ടത് ശരിക്കും അവർ പറഞ്ഞതുപോലെ ആയിരുന്നില്ല. ബ്രില്യൻറ്റ് ഒട്ടും സ്ട്രിക്റ്റ് ആയിരുന്നില്ല. നമ്മളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ബ്രില്യൻറ്റിൽ. വളരെ ഫ്രീ ആയിരുന്നു. അവിടെയുള്ള ഓരോ സ്റ്റാഫ് മെമ്പേഴ്സും വളരെ ഫ്രീ ആയിരുന്നു. പ്രൊഫസേഴ്സ് വളരെ ഫ്രീ ആയിരുന്നു. നമുക്ക് നല്ല ക്ലാസ്സുകൾ എടുത്തിരുന്നു. പിന്നീട് ഒരു വർഷം വളരെ നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ബ്രില്യൻറ്റിൽ ഞാൻ Q25 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആദ്യം തന്നെ എൻ്റെ ക്ലാസ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ റീന മാം വളരെ നല്ലൊരു ടീച്ചർ തന്നെയായിരുന്നു. മോറോവർ ഒരു ടീച്ചറിനേക്കാൾ ഉപരി ഒരു നല്ല ഫ്രണ്ട് പോലെയായിരുന്നു ടീച്ചർ. ഒരു വർഷം നമുക്ക് എന്ത് കാര്യങ്ങളും ടീച്ചറോട് പറയാം. ടീച്ചർ നല്ലോണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അക്കാഡമിക്സിലായാലും അക്കാഡമിക്സ് അല്ലാത്ത കാര്യങ്ങളിലായാലും ടീച്ചർ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയേണ്ടത് നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ടോം സാർ, ജസ്റ്റിൻ സാർ. ശരിക്കും അവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പലപ്പോഴും വീക്ക്ലി എക്സാംസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഫൈനൽ ടെസ്റ്റ് സീരീസ് ആ സമയത്തായിക്കോട്ടെ, പലപ്പോഴും നമ്മുടെ മാർക്ക് കുറയുമ്പോൾ നമ്മളൊന്ന് ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ ഒന്ന് ഡിപ്രസ്ഡ് ആയി പോകും. അപ്പോൾ പലപ്പോഴും നമുക്ക് നേരിട്ട് അവരോട് ഒന്ന് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സങ്കടം ഒന്ന് മാറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ആയി കിട്ടും. നമുക്ക് ശരിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കിട്ടും. പലപ്പോഴും നമ്മുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവർ തന്നെയായിരുന്നു. നമ്മുടെ ജസ്റ്റിൻ സാറും ടോം സാറും ഒക്കെ. പിന്നീട് പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സാറെ പറ്റിയാണ്, ജോർജ് സാറെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല. ശരിക്കും ജോർജ് സാറിൻ്റെ പെരുമാറ്റ രീതികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരം, പലതും നമ്മളെ ഒരുപാട് എന്താ പറയുക, അതിശയിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളോട് വളരെ ഓപ്പണായിട്ടാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ജോർജ് സാർ സംസാരിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇപ്പോൾ ഫൈനൽ ടെസ്റ്റ് സീരീസിൻ്റെ സമയങ്ങളിലായാലും നമ്മൾ ഒരു എക്സാം കഴിഞ്ഞ് ചിലപ്പോൾ അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞ് അതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും അടുത്ത എക്സാം എഴുതാൻ കയറുന്നത്. ഇപ്പോൾ ജോർജ് സാറ് മൈക്കിൽ നമ്മളോട് സംസാരിക്കും. പലപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറാണ് പതിവ്. ആ ഒരു സംസാരം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ജോർജ് സാറ് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആയി പോകും. ഒന്ന് എനർജിയോടുകൂടിയാണ് പിന്നീട് ആ പരീക്ഷ നമ്മൾ എഴുതുക. അങ്ങനെ നമ്മൾ ഒരുപാട് മാനസികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജോർജ് സാറും ജസ്റ്റിൻ സാറും ടോം സാറും നമ്മുടെ ക്ലാസ് ടീച്ചറൊക്കെ. പിന്നീട് ബ്രില്യൻറ്റിനെ പറ്റി പറയേണ്ടത് അവിടുത്തെ പ്രൊഫസേഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഏകദേശം +1 +2 2 കൊല്ലത്തെ ഒരുപാട് സബ്ജക്റ്റുകൾ, ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അത് ഈ ഒരു ചെറിയ കാലാവധി കൊണ്ട് അത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ശരിക്കും വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് വളരെ ഭംഗിയായിട്ടാണ് അവിടുത്തെ പ്രൊഫസേഴ്സ് ചെയ്തത്. അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത്. അപ്പോൾ ഒരുപാട് ടോപ്പിക്സുകൾ ഡിലീറ്റഡ് ആയിരുന്നു. പലതും കോൺസെപ്റ്റ് പോലും അറിയാതെയാണ് ഞാൻ ബ്രില്യൻറ്റിൽ പോയത്. പക്ഷേ ശരിക്കും എങ്ങനെ ഒരു ആദ്യമായി പഠിക്കുന്ന കുട്ടിക്ക് എടുത്തു കൊടുക്കുമോ, അതുപോലെ തന്നെയാണ് അവർ ഈ ഒരു ചെറിയ സമയത്ത് പോലും നമുക്ക് എടുത്തു തന്നത് ക്ലാസ്സുകൾ. ശരിക്കും എല്ലാം ബേസ് എന്ന് വരെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പലതും ചില സമയത്ത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് നേരിട്ട് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് പോയി അവരോട് സംസാരിച്ച് നമ്മുടെ തിയറി പോർഷൻസ്, നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലംസ് ചെയ്യുമ്പോഴുള്ള ഡൗട്ടുകൾ നമുക്ക് വളരെ കൃത്യമായി, വളരെ സമാധാനത്തോടുകൂടെ എല്ലാ രീതിയും നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ശരിക്കും എല്ലാ രീതിയിലും നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫസേഴ്സ് വളരെ നല്ല പ്രൊഫസേഴ്സായിരുന്നു ബ്രില്യൻറ്റിൽ. പിന്നീട് പറയേണ്ടത് ഹോസ്റ്റലിനെ പറ്റിയിട്ടാണ്. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയിരുന്നു. ശരിക്കും നമുക്ക് ഒരു വർഷം വീട്ടിൽ നിന്ന് മാറി നിന്നു. അപ്പോൾ ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. തീരെ മോശമായിട്ടുള്ള മുറി, അതല്ലെങ്കിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും തീരെ മോശമായിരുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വളരെ നല്ല ഹോസ്റ്റൽ സൗകര്യങ്ങൾ തന്നെയാണ് ബ്രില്യൻറ്റിൽ കിട്ടിയിരുന്നത്. പിന്നീട് പറയേണ്ടത് ഫുഡ് ഫെസിലിറ്റീസ് ആണ്. ഫുഡ് വളരെ നല്ല ഫുഡായിരുന്നു. ഒരിക്കലും ഈ ഒരു വർഷത്തെ കാലാവധിയിൽ ബ്രില്യൻറ്റിലെ ഫുഡ് വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കഴിച്ച് വയറിന് കുഴപ്പമുണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ഒരു വർഷത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടിയ. പിന്നീട് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം. അത് ഈ റമദാൻ സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന ഫുഡ് സൗകര്യങ്ങളാണ്. അതായത് വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ നോമ്പ് സമയത്ത് നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അതായത് രാവിലെ ഫുഡ് വേണം, രാവിലത്തെ ഫുഡിൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് വേവലാതി ഉണ്ടായിരുന്നത്. അത് എങ്ങനെ ചെയ്യും, നമ്മൾ രാത്രി കൊണ്ടുപോകണോ അങ്ങനെയാണോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ നമ്മളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു ബ്രില്യൻറ്റിലെ ആ അറേഞ്ച്മെൻറ്റ്. ശരിക്കും നമുക്ക് വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരുന്നു. അതായത് രാവിലെ ചോറ്, എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം ശരിക്കും നമുക്ക് വീട്ടിൽ എങ്ങനെ കിട്ടുമോ അതുപോലെ തന്നെ ആയിരുന്നു. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തായാലും ശരി, നമുക്ക് സ്പെഷ്യലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഫ്രൂട്ട് ജ്യൂസസ്. ആ ഒരു വേനൽ കാലാവധിയിൽ പോലും നമ്മൾ ഒരിക്കലും എന്താ പറയുക,
ശാരീരികമായി നമ്മളെ ഒരിക്കലും ബാധിച്ചിട്ടില്ല ഈ നോമ്പെടുക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ശരിക്കും ബ്രില്യൻറ്റിൽ നല്ല ഫുഡ് അറേഞ്ച്മെൻറ്റ് കൊണ്ട് തന്നെയാണ്. അതിൽ ബ്രില്യൻറ്റിനെ എടുത്ത് താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് പറയേണ്ടത് റെഫറൻസ് സൗകര്യങ്ങളാണ്. ബ്രില്യൻറ്റിൽ നമുക്ക് 2 വലിയ ലൈബ്രറികളുണ്ട്. ശരിക്കും ഞങ്ങൾ പോയ സമയത്ത് ഇല്ലായിരുന്നു ഒരു വലിയ റെഫറൻസ് ഹാൾ. ശരിക്കും പിന്നീട് അവർ നമുക്ക് വലിയൊരു റെഫറൻസ് ഹാൾ അറേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്തത്. ശരിക്കും നല്ല സൗകര്യങ്ങൾ തന്നെയായിരുന്നു. അതിൽ റെഫറൻസ് നമുക്ക് ഒരുപാട് ബുക്കുകൾ, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഏറ്റവും ടോപ്പ് ബുക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ബുക്കുകളും, ഒരു ബുക്കുകൾ പോലും വിടാതെ എല്ലാ ബുക്കുകളും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഏത് ബുക്കുകൾ വേണമെങ്കിൽ എടുക്കാം, ഏത് വേണമെങ്കിൽ റെഫറൻസിന് ഉപയോഗിക്കാം. കാരണം നമുക്ക് ചില ബുക്കുകൾ നമുക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാം, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച റെഫറൻസ് നമുക്ക് ഉപയോഗിച്ച് തിരിച്ചു വയ്ക്കാം. അങ്ങനെ നല്ലൊരു സൗകര്യം തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. റെഫറൻസിന് പോയി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ലൈബ്രറിയിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അതും വളരെ നല്ല സൗകര്യങ്ങൾ തന്നെയായിരുന്നു. ആ സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അപ്പം തന്നെ പ്രൊഫസേഴ്സിനോട് ഒത്ത് പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചില സമയങ്ങളിലൊക്കെ രാത്രി പോലും പ്രൊഫസേഴ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. അതായത് 8 മണി അല്ലെങ്കിൽ 7 മണി 8 മണി ആ സമയങ്ങളിൽ വരെ നമുക്ക് പ്രൊഫസേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് ആ സമയത്ത് പോലും പ്രൊഫസേഴ്സിനടുത്ത് പോയി ഡൗട്ടുകൾ ചോദിക്കാം. നമുക്ക് ഒരു പേഴ്സണലൈസേഷൻ കിട്ടിയെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ, ചില പോയിന്റുകളായിരിക്കും നമുക്ക് മിസ്സായി പോകുക. അത് നമ്മൾ കൃത്യമായിട്ട് സാറുമാരോട് ചോദിക്കുകയും അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനും സാധിച്ചു. പിന്നീട് ബ്രില്യൻറ്റിൽ എടുത്ത് പറയേണ്ടത് നമുക്ക് കൗൺസിലിംഗ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു വർഷത്തെ ജേണിയിൽ നമുക്ക് ജസ്റ്റ് പഠനം മാത്രമായിരുന്നില്ല. അതായത് പഠനത്തിനുപരി നമ്മളെ മാനസികമായി ചില കാര്യങ്ങൾ അലട്ടും. അതിപ്പോൾ ചില എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു സംസാരമാവാം, അല്ലെങ്കിൽ നമുക്ക് വീക്ക്ലി എക്സാംസിൽ മാർക്ക് കുറയുന്നത്, അങ്ങനെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ വല്ലാതെ അലട്ടും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കൗൺസിലിംഗ് 1-on-1 സെഷൻസ് ഉണ്ടായിരുന്നു. അതല്ലാതെ വലിയൊരു ഒരു ബാച്ച് വൈസ് ആയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് പോലെ നമുക്കുണ്ടായിരുന്നു. അത് രണ്ടും ശരിക്കും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കൗൺസിലിംഗ് ഫെസിലിറ്റീസ് നല്ലവണ്ണം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ശരിക്കും നല്ല ഫെസിലിറ്റീസ് തന്നെയായിരുന്നു. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ. ഓവറോൾ ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം അത് വളരെ നന്നായിട്ടായിരുന്നു മുന്നോട്ട് പോയത്. ഒരിക്കലും എനിക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ബ്രില്യൻറ്റിൽ ഞാൻ പോയത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്രില്യൻറ്റിൽ പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത് ബ്രില്യൻറ്റിൽ ഈ ഒരു വർഷം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ 2025 നമ്മൾ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിന് ജോയിൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ലോങ് ടേം റെസിഡൻഷ്യൽ ജോയിൻ ചെയ്യുന്ന പിള്ളേരോടാണ്, നിങ്ങൾ ഈ ഒരു വർഷം അതല്ലെങ്കിൽ 2 വർഷം ബ്രില്യൻറ്റിൽ ചിലവഴിക്കുന്നത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ഡയറക്ടർ സാറുമാർ അവർ പറയുന്നത് കൃത്യമായി കേൾക്കുക. അത് നിങ്ങളുടെ റൂട്ടീനിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം താനേ ശരിയായിക്കോളും. ഇപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞു, ഞാനും നല്ലൊരു മാർക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും ഇവർ പറയുന്നത് കൃത്യമായിട്ട് എൻ്റെ റൂട്ടീനിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.